19-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിതാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ പ്രഭാത സമയത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയങ്ങളിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ വർണ്ണപ്രപഞ്ചം തന്നെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. സൂര്യൻ്റെ ആ ചെങ്കതിരുകളേറ്റ് തിളങ്ങി നിൽക്കുന്ന ആയിരക്കണക്കിന് നിറങ്ങൾ ചാലിച്ച് ചേർത്തതായ ആകാശവിതാനത്തെയാണ് നാം നല്ല തെളിച്ചമുള്ള ദിവസങ്ങളിൽ കാണുന്നത്. ഒരു ചിത്രകാരനും അതിൻ്റെ മനോഹാരിത വരച്ചെടുക്കുവാനായിട്ട് സാധ്യമല്ല. അത്രമാത്രം മനോഹരമാണ് ചില സമയങ്ങളിൽ ഈ പ്രഭാത കാലത്തെ ആകാശം. ഞാൻ പലപ്പോഴും ഈ രാവിലെ സമയത്തുള്ളതായ ആകാശത്തിലെ വർണ്ണവൈവിധ്യം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വളരെയേറെ സമയം അത് നോക്കി നിന്നിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ ചുവന്ന ആകാശത്തെ കാണാൻ സാധിക്കും. എന്നിരുന്നാലും രാവിലെ സമയത്തുള്ളതായ ഈ ഒരു വർണ്ണവൈവിധ്യം വളരെയേറെ പ്രത്യേകതകളുള്ളതാണ്. ഒരു സ്വർണ്ണ നിറം കലർന്നതായ ആ സൂര്യരശ്മികൾ ഈ ആകാശത്തിൻ്റെ വിവിധ തട്ടുകളിലേക്ക് പതിക്കുമ്പോൾ ആകാശം വളരെയധികം വർണ്ണാഭമാകുന്നു. നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറമായി മനോഹാരിത കലർന്ന ആകാശത്തെയാണ് നാം രാവിലെ സമയങ്ങളിൽ കാണുന്നത്. ഇത് രാവിലെ സമയത്ത് കാണുന്നതായ ആകാശം. ഈ ആകാശം ദിവസത്തിൻ്റെ പല സമയങ്ങളിലും നാം നോക്കുമ്പോൾ അതിന് പ്രത്യേകതകൾ ഏറെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ആകാശത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി മാറി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ചിലപ്പോൾ മേഘങ്ങൾ വളരെ ദ്രുതഗതിയിൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. വെളുത്ത മേഘങ്ങൾ, പഞ്ഞിക്കെട്ട് പോലെയുള്ളതായ മേഘങ്ങൾ. ചിലപ്പോൾ ആകാശത്തിലൂടെ കാർമേഘങ്ങൾ വളരെ സാവധാനത്തിൽ സഞ്ചരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. എന്തായിരുന്നാലും ഈ ആകാശം എന്ന് പറയുന്നത് അത്ഭുതകരമായൊരു കാഴ്ചയാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, ഈ ഫ്ലൈറ്റ് ഉയരങ്ങളിലേക്ക് കയറി പോകുമ്പോൾ മേഘങ്ങൾ താഴെയായിട്ട് നാം കാണുകയാണ്. വളരെ ഉയരത്തിൽ പറക്കുന്നതായൊരു ഫ്ലൈറ്റ്, പ്രത്യേകിച്ചൊരു 10 കിലോമീറ്ററോളം ഉയരത്തിലേക്ക് ഇത് ഉയർന്നു കഴിയുമ്പോൾ
നാം മുകളിലേക്ക് നോക്കുമ്പോഴും പഞ്ഞിക്കെട്ട് പോലെയുള്ളതായ വിതാനത്തെ കാണാൻ സാധിക്കും. നാം താഴേക്ക് നോക്കുമ്പോഴും ഇതേപോലെ തന്നെ വളരെ മനോഹരമായ പഞ്ഞിക്കെട്ടുകൾ നിവർത്തിയിട്ടിരിക്കുന്നത് പോലെ ആകാശത്തിൻ്റെ താഴെയുള്ള വിതാനത്തെ കാണുവാൻ സാധിക്കും. പകൽ സമയത്ത്, പ്രത്യേകിച്ച് നല്ല വെയിലുള്ളതായ സമയത്ത് നാം യാത്ര ചെയ്യുമ്പോൾ ഈ ആകാശത്തിലെ വെളുത്ത മേഘങ്ങൾ ഏറ്റവും വെണ്മയേറിയ വലിയ പർവ്വതങ്ങൾ പോലെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ വെണ്മ നമുക്ക് വിവരിക്കുവാൻ സാധ്യമല്ല, അതിലേക്ക് നോക്കുവാൻ പോലും നമുക്ക് സാധ്യമല്ല. അത്രമാത്രം വെണ്മയേറിയ ഒരു വലിയ പ്രകാശ സ്രോതസ് പോലെ നിൽക്കുന്ന മേഘങ്ങളെയാണ് നാം ആകാശത്തിൽ കാണുന്നത്. ആകാശം എന്ന് പറയുന്നത് എത്രമാത്രം വൈവിധ്യങ്ങളുള്ളതാണ് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ ആകാശത്തിൻ്റെ ഓരോ രൂപവും ഭാവവും നാം പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ അത് അത്ഭുതാവഹമായിട്ട് നമുക്ക് തോന്നും. കാർമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായ സമയം, വളരെ കറുത്തിരുണ്ടിരിക്കുന്നതായ ആകാശത്തെയാണ് നാം കാണുന്നത്. ആ കാർമേഘങ്ങൾക്കിടയിലൂടെ ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ അതിന് വളരെയധികം കുലുക്കം അനുഭവപ്പെടുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നാം ഈ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അതിൽ സൂര്യനെ കാണുന്നു, ചന്ദ്രനെ കാണുന്നു, അനേകായിരം കോടി നക്ഷത്രങ്ങളെ നാം കാണുകയാണ്. അതിൽ ചില വാനഗോളങ്ങൾ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നു. എത്ര അത്ഭുതാവഹമായ ഒരു കാഴ്ചയാണിത്! നമ്മുടെ ദൃഷ്ടി എത്തിപ്പെടാത്ത അത്ര ദൂരത്തിലുള്ള ആയിരം കോടി വാനഗോളങ്ങൾ ഉൾപ്പെടുന്നതായ ഈ നക്ഷത്രമണ്ഡലവും അതിനപ്പുറത്തുള്ളതായ ആകാശമണ്ഡലവും ഒക്കെ എത്രമാത്രം വിപുലമായിട്ടുള്ള, എത്രമാത്രം വിദൂരതയിലുള്ളതാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു അളവെടുക്കുവാൻ നമുക്ക് സാധ്യമല്ല. എത്രമാത്രം വിദൂരതയിൽ വരെ ഈ ആകാശമുണ്ട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ ആകാശത്തിലൂടെ അങ്ങ് സഞ്ചരിച്ചാൽ എത്രയോ പ്രകാശ വർഷങ്ങൾക്കപ്പുറം ചെന്നിരുന്നാലും ഇതിന് അവസാനമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ അവിടെയും ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്നതായ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ഗോളങ്ങളും ഉണ്ട് എന്നുള്ളത് എത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിതാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വലിയവനായ ദൈവമാണ് ഈ ആകാശവിതാനത്തെ ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് ഈ ആകാശം വർണ്ണിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ് എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു, എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. അതേ അധ്യായം 18-ാമത്തെ വാക്യം, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. അങ്ങനെ അനന്തമായി കിടക്കുന്ന ഈ ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച വലിയവനായ ദൈവത്തിൻ്റെ വലിപ്പം തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ. നോക്കുക, ദൈവത്തിൻ്റെ വലിപ്പം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ദൈവവചനം നമ്മെ അറിയിക്കുകയാണ്. അടുത്ത സമയത്ത് ദൈവമില്ല എന്ന് പഠിപ്പിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് യൗവനക്കാരായിട്ടുള്ള ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ പറയുകയാണ്, ദൈവമില്ല, ഈ കാണുന്നതൊന്നും ദൈവം സൃഷ്ടിച്ചതല്ല, ഇതൊക്കെ തനിയെ ഉണ്ടായി വന്നതാണ്. ദൈവമുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകളെ നാം കാണുകയാണ്. അവരതിന് ഉപോത്ബലകമായ ഒരുപാട് ശാസ്ത്രീയ തത്വങ്ങളൊക്കെ വിവരിച്ച് പറയുന്നുണ്ട്. വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ്. കാരണം ഈ അനന്തകോടി നക്ഷത്രങ്ങളും ആകാശഗോളങ്ങളും എല്ലാം ഉൾപ്പെടുന്നതായ ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരറ്റത്തിരുന്നു കൊണ്ട് അതുമാത്രം കണ്ടിട്ട് പറയുകയാണ്, ഇതെല്ലാം തനിയെ ഉണ്ടായി വന്നതാണ്. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിൻ്റെ എത്രമാത്രം ഭാഗത്താണ് നാം അധിവസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാം അധിവസിക്കുന്നതായ ഈ ഭൂമി തന്നെ
മുഴുവൻ പ്രപഞ്ചത്തെയും നോക്കുമ്പോൾ എത്രമാത്രം ചെറുതാണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മുഴുവൻ പ്രപഞ്ചമെന്ന് ഞാൻ പറയുമ്പോൾ ആ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ ഒരളവെടുക്കുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഈ ആകാശം അങ്ങോട്ട് നിരന്ന് പരന്ന് കിടക്കുകയാണ്. അന്തമില്ലാത്ത അനന്തമായ ഈ ആകാശം, അതിരുകളില്ലാത്ത ആകാശം വിസ്തൃതമായിട്ട് അങ്ങനെ കിടക്കുമ്പോൾ അതിലൊരു പൊട്ടുപോലെ മാത്രമിരിക്കുന്നതായ ഭൂമിയിലിരുന്നു കൊണ്ട് ഏറ്റവും നിസ്സാരനായ മനുഷ്യൻ പറയുകയാണ്, ദൈവമല്ല ഇതൊന്നും നിർമ്മിച്ചത്, ഇതൊക്കെ തനിയെ ഉണ്ടായി വന്നതാണ്. പ്രിയമുള്ളവരെ, എത്രയോ അത്ഭുതകരമായ കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഭൂമിയുടെ ഒരു ചരിവ് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. 23.5 ഡിഗ്രി ചരിവുണ്ടെന്നുള്ളത്. ആ 23.5 ഡിഗ്രി ചരിവുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ ഭൂമിയുടെ എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം ചെല്ലുന്നത് തന്നെ. അതേപോലെ തന്നെ കാലങ്ങൾ മാറി മാറി വരുന്നു. ചില മരങ്ങൾ ഒരുമിച്ച് പുഷ്പിക്കുന്നു, ചില ചെടികൾ ചില പ്രത്യേകമായ സമയങ്ങളിൽ പൂവിടുന്നു, ചില സമയങ്ങളിൽ ഇല പൊഴിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണിന് കാണാൻ സാധ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലും ആകാശത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തനിയെ ഉണ്ടായി വന്നതാണെന്ന് മൂഢന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നു. എന്തുകൊണ്ടാണ് ദൈവമില്ല എന്ന് മനുഷ്യൻ പഠിപ്പിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവമില്ല എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞങ്ങ് നിർത്തിക്കഴിയുമ്പോൾ അവന് പിന്നെ ഒന്നിനെയും ഭയക്കേണ്ടുന്നതായ ആവശ്യമില്ല. ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ ആ ദൈവത്തെ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. ആ ദൈവം നൽകിയിട്ടുള്ളതായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊന്നുമില്ലാതെ ജീവിക്കുവാനുള്ള ഒരു വ്യഗ്രത കൊണ്ടാണ് വാസ്തവത്തിൽ മനുഷ്യൻ ദൈവമില്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അവന് എന്തും ചെയ്യുവാനുള്ളതായ ഒരു സ്വാതന്ത്ര്യം അവനുണ്ടെന്നും അവനെ നിയന്ത്രിക്കുവാൻ ആരുമില്ല എന്നുമുള്ളതായ ഒരു ബോധ്യം, ഒരു തോന്നൽ അവൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരികയാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ദൈവമില്ല എന്ന് ചിന്തിക്കുവാൻ അവൻ തുനിയുന്നത് തന്നെ. എന്നാൽ ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുകയാണ്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സകല ചരാചരങ്ങളെ ഉളവാക്കിയ വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് രാവിലെ കാണുവാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് അനുവാദമുണ്ട്, അവകാശമുണ്ട്. വലിയവനായ ദൈവത്തിനും മനുഷ്യനും ഏകമധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ഏതൊരു വ്യക്തിയും ദൈവമകനായി ദൈവമകളായി തീരുന്നു. അവർക്ക് കർത്താവിൻ്റെ അടുത്ത് ചെന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രസ്വീകാര്യം വലിയവനായ ദൈവം നൽകിയിരിക്കുന്നു. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെ നമ്മെ കരുതുന്നു, നമ്മെ സഹായിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവെ, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എത്രമാത്രം അത്ഭുതകരമായി അവിടുന്ന് നിർമ്മിച്ച ഈ ആകാശത്തെ കാണുവാൻ, അവിടുത്തെ കൈവേല എത്രമാത്രം വലുതാണെന്ന് കാണുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ മഹത്വം കാണുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, അവിടുന്ന് എത്രയോ ഉന്നതനാണ്, അവിടുന്ന് എത്രയോ മഹത്വധാരിയാണ്. എന്നാൽ കർത്താവെ, ഏറ്റവും കൃമികീടങ്ങളായ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വലിയ രക്ഷയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ അനുവാദത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ. കർത്താവെ, ഇന്നത്തെ ദിവസം സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ മഹത്വം കണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സഹായം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഞങ്ങൾക്ക് ലഭിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, അവിടുന്ന് സഹായിച്ചാട്ടെ. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.